ഹലോ ഗൈസ്. അങ്ങനെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ലീവും നമുക്ക് മാത്രം വർക്കുള്ള ഒരു ഞായറാഴ്ചയും കൂടി വന്നിക്കാണ്. പറയാൻ കാരണം വേറെ ഒന്നല്ല കേട്ടോ. ഞായറാഴ്ച ഡ്യൂട്ടിക്ക് ഇറങ്ങുമ്പോൾ മൊത്തം റൂമിലുള്ളവരൊക്കെ കടന്നുറങ്ങായിരിക്കും. അവർക്കൊക്കെ ഓഫാണ്. റൂമിൽ മാത്രമല്ല കേട്ടോ, ക്യാമ്പിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അന്ന് ലീവ് തന്നെയാണ്. കണ്ടാ ഫുള്ള് വരിയൊക്കെയാണ് ഓരോരുത്തർ. പിന്നെ അവിടെ വല്ലാണ്ട് ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് എന്തായാലും വർക്കുള്ളതല്ലേ. അങ്ങനെ നേരെ ഷോപ്പിലെത്തി. പതിവ് പോലെ തന്നെ ആൾക്കാരൊന്നും ഇല്ല രാവിലെ. നമ്മുടെ കൗണ്ടറുള്ളത് ഒരു ബക്കാലയിലായതുകൊണ്ടും അവിടെ ഇരിക്കാൻ വേറെ സെപ്പറേറ്റ് ചെയറൊന്നും ഇല്ലാത്തതുകൊണ്ടും അധിക സമയം നിന്നിട്ട് തന്നെയാണ് നമ്മുടെ വർക്ക് മൊത്തം. ഷോപ്പിന്റെ ബാക്കിലുണ്ടായിരുന്ന റൂമിലത്തെ ആൾക്കാരൊക്കെ കൂട്ടം കൂട്ടായിട്ട് പോയതുകൊണ്ട് തന്നെ അവിടെ ഇപ്പം മൊത്തം കാലിയായിട്ട് കിടക്കണം. സംഭവം അവരുള്ള സമയത്ത് ഫുള്ള് തല്ലും വെക്കാനൊക്കെ ആണെങ്കിലും അവർ പോയപ്പോൾ എന്തോ ഭയങ്കര ഒരു ശ്മശാനമുഖത മൊത്തത്തിൽ. ഈ റൂമിലൊക്കെ താമസിച്ചിരുന്ന എല്ലാവരും പാകിസ്ഥാനികളായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ തല്ലും പ്രശ്നമൊക്കെ ഉണ്ടാക്കാൻ അവർക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് വഴക്കുണ്ടാക്കുകയും ചെയ്യും. അതേപോലെ തന്നെ പെട്ടെന്ന് മൊത്തത്തിൽ സോൾവ് ആക്കുകയും ചെയ്യും. ഒന്ന് പുറത്തിറങ്ങി മുഖമൊക്കെ ഒന്ന് കഴുകി സെറ്റായിട്ട് വന്നപ്പോഴാണ് കൂട്ടുകാരതേ ഷോപ്പിൽ നിൽക്കുന്നത്. ഈ ഒരു ലൊക്കേഷനിലും റൂമിലേക്കും വന്ന ശേഷം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടോ. അതിൽ പെട്ട ഒരാളാണ് ചെറുക്കം. കാണുന്ന പോലെ നല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇൻസ്റ്റാഗ്രാം മൊത്തം കത്തിച്ച് പോകുന്ന അടിപൊളി പാട്ടുകാരനാണ്. എൻ്റെ പോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ഇപ്പൊ ഇവിടെ വന്നൊരു ലുലുലി വർക്ക് ചെയ്യാണ്. നമ്മളൊക്കെ എന്നേക്കാരല്ലേ നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തുടങ്ങുക. ചില സമയത്ത് വിചാരിക്കും ലൈഫെല്ലാം ഒരു ബിഗ് സീറോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. പിന്നെ തോന്നും എല്ലാം അടിപൊളിയാണ് എന്നുള്ളത്. ഓരോന്നിങ്ങനെ ആലോചിച്ചതിന് ശേഷം മൂഡ് ഓഫ് ആവണോ വേണ്ടേ എന്നുള്ളത് ഓർത്തിട്ട് ടെൻഷൻ അടിച്ചിരിക്കായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും കൂടെ ആലോചിച്ചപ്പോൾ തോന്നി ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ലാന്ന്. ലൈഫല്ലേ, അതിൻ്റെതായ സമയങ്ങളിൽ ഓരോ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനു വേണ്ടി മാക്സിമം ട്രൈ ആക്കുക. നേരത്തെ പറഞ്ഞില്ലേ മൂഡ് ഓഫ് ആവണ കാര്യം, ആ സമയത്ത് എടുത്ത വീഡിയോ ആണിത്. എന്തൊക്കെയാ പറയുന്നുണ്ട്. ആ സമയത്ത് ടെൻഷനും ഒരുമാതിരി വിഷമമൊക്കെ വന്നിരിക്കുകയായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഷോപ്പിൽ ചെക്കന്മാരൊക്കെ നമ്മൾ നോക്കി ഇങ്ങനെ ചിരിക്കുന്നത് കാണുന്നത്. ഷോപ്പിലേക്ക് ഏതോ ഒരു കസ്റ്റമർ വരുമ്പോൾ കൊണ്ടുവന്നൊരു കവറ് അവൻ്റെ കൂടെ വന്ന ഫ്രണ്ട് ഈ ചങ്ങായി പോലും കാണാണ്ട് എടുത്തുകൊണ്ട് പോയിക്കണേ. എന്നിട്ട് അത് കാണാനില്ലാന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് CCTV ചെക്ക് ചെയ്യുന്ന രംഗം. വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഓരോ കോമഡി കാണുമ്പോൾ ഒരു പരിധി വരെ മനസ്സിന് നല്ല സമാധാനമാണ്. ഞായറാഴ്ച ആയതുകൊണ്ടും ഷോപ്പിൻ്റെ അടുത്തുള്ള ക്യാമ്പിലുള്ള സ്റ്റാഫുകൾക്കൊക്കെ ലീവ് ആയതുകൊണ്ടും ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നിട്ട് ഷോപ്പിൽ ഇങ്ങനെ തിരക്കായി തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ എൻ്റെ അടുത്താർക്ക് ചോദിക്കലുണ്ട് കേട്ടോ, അല്ല ചങ്ങായി എനിക്ക് ലീവ് ഒന്നും ഇല്ലേന്ന്. എന്ത് ചെയ്യാനല്ലേ. ഇൻഷാ അല്ലാ ഒക്കെ ശരിയാവും. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.